വള്ളിച്ചീര, മലബാർ ചീര, സിലോൺ ചീര, പപ്പട ചീര, വഷള ചീര, ബസല ചീര, അങ്ങനെ ഒട്ടേറെ പേരുകളിൽ ആണ് ഈ ചീര അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ വേറൊരു മുഖ്യമായ വിവരം കൂടി നിങ്ങളെ അറിയിക്കാൻ ഉണ്ട്. ഈ ചീര നിങ്ങളുടെ വീട്ടിലില്ലേ എന്ന വിഷമിക്കണ്ട. അതിനുള്ള പോം വഴി കൂടി ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ട് ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. എന്നാ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അനു അനിജാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ സുപരിചിതമായ വള്ളിച്ചീരയെക്കുറിച്ചാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അതിൻ്റെ ഗുണങ്ങളും വിശേഷങ്ങളും നമുക്കൊന്ന് കണ്ടു നോക്കാം. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, പ്രോട്ടീൻ, നാരുകൾ എന്നിവയെല്ലാം ഈ ഇലക്കറികൾ ഭക്ഷിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു. കലോറി കുറവാണ് എന്നതിനാൽ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു ഇലക്കറിയാണ് വള്ളിച്ചീര. ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനാൽ വയറിലുണ്ടാകുന്ന അൾസർ ഉൾപ്പെടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധിയാണ് ഈ ഇലക്കറി. നമ്മൾക്ക് ചെറിയ പൊള്ളലേറ്റാൽ പെട്ടെന്ന് പേസ്റ്റ് മറ്റുമാണല്ലോ അതിൽ തേക്കാറ്. എന്നാൽ ഈ ചീരയുടെ ഇലയും തണ്ടും അരച്ച് പൊള്ളലേറ്റ ഭാഗത്ത് ദിവസേന തേച്ചു പിടിപ്പിച്ചാൽ പൊള്ളലേറ്റതിന്റെ പാട് തന്നെ പോകുമെന്നും പറയുന്നുണ്ട്. അതിനാൽ പൊള്ളലിനുള്ള ഔഷധമായും ഈ ചീരയെ ഉപയോഗിക്കാം. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ചെടിയാണ് വള്ളിച്ചീര. ഒരു പരിചരണവും നൽകിയില്ലെങ്കിലും കുറച്ച് വെള്ളം മാത്രം നൽകിയാൽ മതിയാകും. എന്നാൽ തന്നെ നമുക്ക് ഇതിലൂടെ വർഷം മുഴുവൻ ഇലകൾ ലഭിക്കും. വള്ളിച്ചീര 2 തരത്തിലാണുള്ളത് കേട്ടോ. വയലറ്റ് തണ്ടോട് കൂടിയതും പച്ച തണ്ടോട് കൂടിയതും. ഈ ചീരയ്ക്ക് ചെറിയൊരു വഴുവഴുപ്പുണ്ട് എന്നത് മാത്രമാണ് ഒരു പ്രശ്നം. അതിനാലാണ് പലരും ഈ ചീര കറി വെക്കാൻ മടിക്കുന്നത്. എന്നാൽ ചീരയോടൊപ്പം പരിപ്പ് കൂടി ഇട്ട് കറി വെച്ചാൽ വഴുവഴുപ്പ് മാറിക്കിട്ടും എന്നത് മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന ഒരു ഇലക്കറി കൂടി നമുക്ക് ലഭിക്കും. പച്ചച്ചീരയിലാണ് ഇലകൾ കൂടുതൽ കാണപ്പെടുന്നത്. വയലറ്റ് ചീരയിൽ വിത്തുകൾ കൂടുതൽ ഉണ്ടാകും. ചീരയില കൊണ്ട് തോരനും ഒഴിച്ചുകറിയും വെക്കുക മാത്രമല്ല, 4 മണിക്ക് നല്ലൊരു പലഹാരമായി ഈ ഇല കൊണ്ട് ബജ്ജിയും ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഈ ഇലയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മളിൽ ഉണ്ടാകുന്ന വിളർച്ചയെ പ്രതിരോധിക്കും. കൂടാതെ ബീറ്റ കരോട്ടീൻ അടങ്ങിയിരിക്കുന്നതിനാൽ പ്രതിരോധ ശക്തിക്ക് നല്ലതാണ്. കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വള്ളിച്ചീര വഹിക്കുന്നു. ഇത് വളർത്തുന്നതിന് അധിക സ്ഥലം ആവശ്യമില്ല. വീട്ടിലെ പാഴ്മരത്തിൽ കയർ കെട്ടിക്കൊടുത്ത് ഇത് വളർത്താം. തോരൻ കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണത്തിൽ ദോശമാവിൽ കലർത്തി ദോശ ചുട്ട് നൽകാം. കാലറി കുറവാണ് എന്നതിനാൽ ഇത് ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. വയലറ്റ് വള്ളിച്ചീരയുടെ ഇലകൾക്ക് കനം കുറവാണ്, എന്നാൽ പച്ചച്ചീരയുടെ ഇലകൾക്ക് കനം കൂടുതലാണ്. വള്ളിച്ചീര കൊണ്ട് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കണ്ടാലോ? ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇലകൾ പറിച്ചെടുത്ത് വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുക്കുക. ആവശ്യത്തിന് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെക്കുക. തോരൻ വെക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതിലേക്കിട്ട് വാട്ടുക. പിന്നീട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിട്ട് നന്നായി ഇളക്കുക.
വഴുവഴുപ്പ് മാറുന്നതിന് വേണ്ടി വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചിരകിയ തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം. വേവുന്നത് വരെ ഇടയ്ക്കിടെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. വള്ളിച്ചീരയുടെ വിത്ത് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അഡ്രസ്സിൽ കവർ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര വിത്തുകൾ ആ കവറിൽ തിരിച്ചയക്കുന്നതാണ്. എന്നാൽ കവർ അയക്കാൻ സാധിക്കാത്തവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും അറിയിക്കുകയാണെങ്കിൽ ആ അഡ്രസ്സിൽ സൗകര്യം പോലെ വിത്തുകൾ അയച്ചു തരുന്നതാണ്. പോഷക സമൃദ്ധമായ വള്ളിച്ചീര എല്ലാ വീട്ടിലും ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിത്തുകൾ സൗജന്യമായി നിങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ശ്രമം ഞാൻ നടത്തുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.